ഹലോ കിരീട തീപ്പന്തലേക്ക് സ്വാഗതം. കിരീടല്ലേ, ഞാൻ ഇന്നലെ പിന്നെ നോക്കുന്ന സമയത്ത് ഫുള്ള് ന്യൂസ് എന്താ വെച്ചാൽ ന്യൂസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എന്ത് സംഭവം ചോദിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് കിരീടല്ലോ മരിക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അവസ്ഥയാണ്. സത്യം പറയുമല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം കഴിച്ചു, അത് കഴിച്ച് മരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ പറ. ചെമ്മീൻ കറി കഴിച്ചിട്ട് മരിച്ചു കിരീടം, അവിടെ അറിയാം, കൊച്ചിയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ന്യൂസാണെന്ന്. പിന്നെയും നോക്കുന്നു, പിന്നെ ഒരു ന്യൂസ്, ചെമ്മീൻ കറി കഴിച്ചിട്ട് പിന്നെ ആൾ മരിച്ചു പറഞ്ഞിട്ട് ഒരു ചേച്ചി. നമുക്ക് ന്യൂസ് വായിക്കട്ടല്ലേ, ന്യൂസ് വായിച്ച് ഞാൻ പറയാം. ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത, 46-കാരൻ മരിച്ചു എന്ന്. കൊച്ചിയിലല്ല വായിക്കുക. ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട 46-കാരൻ മരിച്ചു. ആലങ്ങാട് നീറിക്കോട് കളത്തിൽ പറമ്പിൽ സിബിൻ ദാസാണ് മരിച്ചത്. സിബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭക്ഷണത്തിനൊപ്പം ചെമ്മീൻ കറി കഴിച്ചതിന് പിന്നാലെ സിബിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വരാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. മരണകാരണം സ്ഥിരീകരിക്കാൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു. അതൊന്നാമത്തെ ന്യൂസ് ഇല്ലടല്ലേ. 46 വയസ്സായിട്ടുള്ളൂ. ആൾ കഴിച്ച ശേഷം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. രണ്ടാമത്തെ ന്യൂസ് വായിച്ചില്ല. ഇത് ഇടുക്കിയിലുണ്ടോ, തൊടുപുഴയിൽ ഒരു 20 വയസ്സായ കുട്ടികളിലെ മരിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. തൊടുപുഴ ചെമ്മീൻ കറി കഴിച്ചതിനെ തുടർന്ന് അലർജി, ചികിത്സയിൽ കഴിയവേ യുവതി ഹൃദയാഘാതം മൂലം മരിച്ചു. നികിതയുടെ മരണത്തിന് മെഡിക്കൽ റിപ്പോർട്ട് പുറത്ത്. പാലക്കാട് അമ്പലപ്പാറ മേലൂർ നെല്ലിക്കുന്നത്ത് വീട് ഗോപാലകൃഷ്ണൻ നിഷ ദമ്പതികളുടെ മകൾ നികിത ഞായറാഴ്ച രാത്രിയാണ് മരിച്ചത്. ചെമ്മീൻ കറി കഴിച്ചതിൻ്റെ തുടർന്ന് നികിതയ്ക്ക് അലർജി ഉണ്ടായി. ചെമ്മീൻ കറി കഴിച്ചതോടെ നികിതയുടെ ശരീരം ചോർന്ന് തടിക്കുകയും ശ്വാസതടസ്സവും ഇതോടുകൂടി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന് പിന്നാലെ ഹൃദയാഘാതം ഉണ്ടായതോടെയാണ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ചികിത്സയ്ക്കിടെ ശ്വാസതടസ്സം രൂക്ഷമായതിന് പിന്നാലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. അപ്പോൾ അതാണ് ഇടൽ. എന്താണെന്നറിയില്ല, ചെമ്മീൻ എന്തോ പ്രശ്നമാണ് ഇല്ലടല്ലേ. അപ്പോൾ അതും നോക്കി കഴിക്കുക. അതേ പറയാനുള്ളൂ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം ഞാൻ പറയാം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. സത്യം പറയുമല്ലോ. ഇപ്പോൾ രണ്ടുപേരും മരിച്ചു ഇല്ലടല്ല. അപ്പം ചെമ്മീൻ എന്തോ പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ ചെമ്മീൻ ആ സംഭവം ഇനിയിപ്പം മീനുകളൊക്കെ കൂടുതൽ പുറത്തുനിന്നാണ് വരുന്നില്ലടല്ല. അപ്പോൾ പുറത്തുനിന്ന് വന്നാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ മിക്സ് ആണോ എന്നൊന്നും അറിയില്ലടല്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കഴിക്കുക. മനസ്സിലായില്ലേ? ഇഷ്ടപ്പെട്ട സാധനമാണ് പറഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കണ്ട. പിന്നെ അവർ പറഞ്ഞ കാര്യമില്ല. എന്താ ചോദിച്ചാൽ ഇതിലിങ്ങനെ വരുന്നു നമുക്കും അറിയില്ല. ഇനിയിപ്പോൾ ഞാനും ചിലപ്പോൾ നാളെ മീൻ കഴിക്കാമെന്ന ആഗ്രഹത്തിൽ മീൻ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചാൽ എനിക്ക് സംഭവിക്കാം. എന്താ ചെയ്യില്ലല്ലോ. ഇപ്പോൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്താ ചോദിച്ചാൽ വരുന്ന ഭക്ഷണത്തിലടക്കം ഫുള്ള് കെമിക്കൽ മിക്സ്, അത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സേഫായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവരും സേഫായിട്ടൊക്കെ നല്ലതൊക്കെ കഴിക്കുക. നല്ലത് കിട്ടിയാൽ നല്ലത് കഴിക്കുക. അല്ലാതൊന്നും പറയാനില്ല ഇല്ലടല്ലേ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ജാഗ്രത ഇരിക്കുക. അതേ പറയാനുള്ളൂ ഇല്ലടേ. അപ്പോൾ അത്രേ ഉള്ളൂ.